പാങ്ങ പള്ളിപ്പറമ്പിലെ GLP സ്കൂളിലെ അധ്യാപകർ ഒരു ദിവസത്തെ വിനോദയാത്രയ്ക്ക് പോയതാണ് ഈ കേരളം ഒന്നാകം സങ്കടപ്പെടുത്തിയ ഒരു വാർത്തയായിരുന്നു. കഴിഞ്ഞ ദിവസം അവര് വാൽപ്പാറയിലെ അപകടത്തിൽപ്പെട്ടു. 9 ജീവനുകളാണ് പൊലിഞ്ഞത്. ഇന്ന് പാങ്ങ് ഇവിടെ GHSS പാങ്ങില് ഇവിടെയായിരുന്നു അവരുടെ പൊതുദർശനം. എല്ലാവരും, അതായത് ഈ നാടൊന്നടങ്കം പഠിപ്പിച്ച അവരുടെ വിദ്യാർത്ഥികൾ, അതുകൂടാതെ രക്ഷിതാക്കൾ, പിന്നെ എന്താ പറയാ ഉദ്യോഗസ്ഥർ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി, അതുകൂടാതെ MLA മാര്, സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ എല്ലാവരും ഇവിടെ സ്കൂളിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. ഒരുമിച്ച് അവര് വിനോദയാത്രയ്ക്ക് പോയവരാണ്. അവസാനം ഈ സ്കൂൾ മുറ്റത്ത് എല്ലാവരും ഒരുമിച്ച് വന്നു. ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ കണ്ണീരോടെ അവരെ കണ്ടു. പൊതുദർശനം കഴിഞ്ഞു. ഈ ആംബുലൻസുകളിൽ അവരെല്ലാവരെയും ഈ നാട് കണ്ണീരോടെ ആംബുലൻസുകളിൽ യാത്രയാക്കുന്ന രംഗമാണ് കാണുന്നത്. പക്ഷേ ഓരോരുത്തരും ചങ്കുപൊട്ടി മാറി നിന്ന് കരയുന്നവരുണ്ട്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ, അവരുടെ സഹപ്രവർത്തകർ ഉൾപ്പെടെ പലരും കരഞ്ഞ് തളർന്ന് പലരെയും ആശുപത്രികളിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥ വരെ ഉണ്ടായി. ഏതായാലും നമുക്കൊക്കെ പെട്ടെന്നൊന്നും കണ്ണു തോരാതെ കരഞ്ഞു പോകുന്ന ഒരു ഓർമ്മകളായി മാറുകയാണ് ഈ പാങ്ങിലെ അധ്യാപകർ. അവരുടെ അന്ത്യയാത്ര, അതായത് ഇവിടെ പൊതുദർശനം കഴിഞ്ഞു ആംബുലൻസുകളിൽ ഓരോ മൃതദേഹങ്ങളായി കയറ്റിക്കൊണ്ടിരിക്കുന്നു. അവരെ ഇനി ഒരുമിച്ച് ഇവിടുന്ന് ഈ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങും. അതിനുശേഷം അവര് ഓരോ വീടുകളിലേക്കായി അവരെ എത്തിക്കും. സന്നദ്ധ പ്രവർത്തകരുണ്ട്, അതുകൂടാതെ എല്ലാവരും ഉണ്ട്, പോലീസുണ്ട്, എല്ലാവരും പൂർണ്ണ സജ്ജരായ കൂടെ ഉണ്ട്. ഇപ്പോൾ ഈ പാങ്ങിനെ മാത്രമല്ല, മലപ്പുറം ജില്ലയെ മാത്രമല്ല, കേരളത്തെ ഒട്ടാകെ കണ്ണീരിലാഴ്ത്തിയ ഒരു കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാൽപ്പാറ ചുരത്തിൽ വാഹനാപകടത്തിൽ മരിച്ച 9 മലപ്പുറം പാങ് സ്വദേശികൾക്കും യാത്രാമൊഴി ചൊല്ലാൻ ഉറ്റവരും ഉടയവരുമായി പതിനായിരങ്ങളാണ് പാങ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തിയത്. സ്കൂളിലെ പ്രിയപ്പെട്ട 6 അധ്യാപകരടക്കമുള്ളവർക്കാണ് നാടൊന്നാകെ കണ്ണീരോടെ വിട ചൊല്ലിയത്. സഹാധ്യാപകരും വിദ്യാർത്ഥികളും നാട്ടുകാരും ജനപ്രതിനിധികളും ഉൾപ്പെടെ ആയിരങ്ങളാണ് ഒരു നോക്ക് കാണാനായി ഇവിടേക്കെത്തിയത്. മന്ത്രി വി ശിവൻകുട്ടി, MLA മാർ, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയ നിരവധി പേർ എത്തിയിരുന്നു. ഒരുമിച്ച് കളിച്ചിരിയോടെ ഒരേ മനസ്സോടെ വിനോദയാത്രയ്ക്ക് പുറപ്പെട്ട സംഘമാണ് ചേതനയറ്റ് ഒരുമിച്ച് വിട പറയാൻ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്കെത്തിയത്. പൊള്ളാച്ചി അപകടത്തിലെ അധ്യാപകരുടെ വിയോഗത്തിൽ നാടൊന്നാകെ വിതുമ്പുകയായിരുന്നു. വാൽപ്പാറ ഹെയർപിൻ 13ാം വളവിൽ നിയന്ത്രണം വിട്ട ട്രാവലർ മറിഞ്ഞാണ് 7 സ്ത്രീകളും ഒരു കുട്ടിയും ഉൾപ്പെടെ 9 പേർ ദാരുണമായി മരണപ്പെട്ടത്. വിനോദയാത്രയ്ക്ക് പോയി മടങ്ങും വഴിയായിരുന്നു അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പരിക്കേറ്റ 11 വയസ്സുകാരി മസീനെ പൊള്ളാച്ചി താലൂക്ക് ആശുപത്രിയിൽ നിന്നും പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 13ാം വളവിൽ നിയന്ത്രണം വിട്ട ട്രാവലർ സംരക്ഷണ ഭിത്തി തകർത്ത് 9ാം വളവിലേക്ക് മറിയുകയായിരുന്നു. മലപ്പുറം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ട്രാവലർ. 21-കാരനായ കോട്ടക്കൽ ചൂനൂർ സ്വദേശിയായ മുഹമ്മദ് ഫാസിത്താണ് വാഹനം ഓടിച്ചിരുന്നത്. ഡ്രൈവർ അടക്കം 4 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അതിരപ്പള്ളി, വാഴച്ചാൽ, മലക്കപ്പാറ വഴിയാണ് സംഘം വാൽപ്പാറയിലെത്തിയത്. അപകടം നടന്നയുടനെ നാട്ടുകാരും പോലീസും അഗ്നിരക്ഷാസേനയും ചേർന്നാണ് രക്ഷാപ്രവർത്തനത്തിന് തുടക്കമിട്ടത്. ഒരുമിച്ച് വിനോദയാത്രയ്ക്ക് പോയവർ ഒരുമിച്ച് പാങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും മടങ്ങിപ്പോയി. അവരോരോരുത്തരെയും അനുഗമിക്കാൻ ബന്ധുക്കളും സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും അടക്കമുള്ളവരുണ്ട്. ഒരുമിച്ച് യാത്ര പോയി ഒരുമിച്ച് ഈ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്നും അവർ മടങ്ങുമ്പോൾ കൂടി നിന്നവരെല്ലാവരും കണ്ണീർ തുടക്കുകയായിരുന്നു. ഓരോ വീടുകളിലേക്കുമാണ് അവർ മടങ്ങിപ്പോയത്. വീടുകളിൽ നിന്നും സന്തോഷത്തോടെ പുറപ്പെട്ടവർ ചേതനയേറ്റാണ് ആ വീടുകളിലേക്ക് മടങ്ങി ചെല്ലുന്നത്. ആംബുലൻസുകളിൽ ഓരോ മൃതദേഹങ്ങളായി കയറ്റി അവരൊക്കെ ഓരോരുത്തരുടെ അവരുടെ വീടുകളിലേക്ക് മടങ്ങുകയാണ്. അവര് സന്തോഷത്തോടു കൂടി ഒരു വിനോദയാത്രയ്ക്ക് പോയതാണ്. ഒരു ദിവസം അവധി. അപ്പോൾ ഇതില് 9 പേര് മരണപ്പെട്ടതിൽ ഒരു കുരുന്നുകൂടിയുണ്ട്. ബാക്കി ഗുരുതരമായി പരിക്കേറ്റവര് കോയമ്പത്തൂർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരു കുട്ടിയെ പെരിന്തൽമണ്ണയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ ഒന്നാകെ പലരും പൊട്ടിക്കരയാൻ അങ്ങനെ ഒരവസ്ഥയിലാണ്. പല സ്ത്രീകളായാലും ഇവരെ പഠിപ്പിച്ച കുട്ടികളായിക്കോട്ടെ, അതുപോലെ അധ്യാപകരായിക്കോട്ടെ, സഹപ്രവർത്തകരായിക്കോട്ടെ, അവരെല്ലാവരും മടങ്ങുകയാണ്. ഒരു വലിയൊരു ദുരന്തം. ഒരുപക്ഷെ നമ്മളൊക്കെ പല ദുരന്തങ്ങളും പല വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത് നമുക്കൊന്നും പെട്ടെന്ന് താങ്ങാൻ പറ്റില്ല. ഇത് വാൽപ്പാറയിൽ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും. അവിടെ ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെടുക എന്ന് പറഞ്ഞ പലർക്കും അത്
ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ വലിയൊരു ദുരന്തം കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കുന്നു. ഇവിടെ ഈ ഒരു വെയിലത്ത് പോലും 10,000-കണക്കിന് ആളുകളാണ് ഒരു നോക്ക് കാണാൻ, ആ മൃതദേഹങ്ങൾ, അധ്യാപകരെ അവരെല്ലാം ഒരു നോക്ക് കാണാൻ വേണ്ടി പാങ് GSSലേക്ക് എത്തിയത്. ഇത് അടുത്ത് തന്നെയാണ് GLP സ്കൂള്. അപ്പോൾ അവിടെ സൗകര്യമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ പൊതുദർശനത്തിന് സൗകര്യമൊരുക്കിയത്. അങ്ങനെ എല്ലാവരെയും ഓരോരുത്തരെയായിട്ട് ആംബുലൻസിൽ കയറ്റി അവരെ ഓരോരുത്തരായിട്ട് അവരുടെ സന്തോഷത്തോടു കൂടി ഉല്ലസിച്ച് അവര് വിനോദയാത്രയ്ക്ക് പോയവര് ഇവിടെ എല്ലാവരും കണ്ട് അവസാനം അവര് എല്ലാവരെയും കണ്ണീരിലാഴ്ത്തി സ്വന്തം വീടുകളിലേക്ക് പോവുകയാണ്. അതായത് മൃതദേഹങ്ങളായിട്ടെന്ന് പറയുന്നത് വളരെ വേദനയോടെയാണ്. ജീവനറ്റ് അവർ അവരുടെ വീടുകളിലേക്ക് പോവുകയാണ്. ഈ സങ്കടം ഒരുപക്ഷെ ഇവിടെ വന്ന ഓരോരുത്തരും പല ആളുകളും പറഞ്ഞത് ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത, ഒന്നും വേദനയാകുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നതെന്നാണ് ഇവിടെ വന്ന ഭൂരിഭാഗം ആളുകളും നമ്മോട് പറഞ്ഞത്. ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10 പെരിന്തൽമണ്ണ.